നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മെയ് 9 ശനിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്ന ദിവസമാണിത്. ഔദ്യോഗിക രംഗത്ത് സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നു. സംസാര ചാതുര്യം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാനും നിയമപരമായ തർക്കങ്ങളിൽ വിജയിക്കാനും സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിൽക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാണിത്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ അകൽച്ചയോ ഉണ്ടാകാതെ നോക്കണം. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്പം മാന്ദ്യം നേരിട്ടേക്കാം. അനാവശ്യ ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ദോഷാനുഭവങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മനസ്സിന് ചെറിയ തോതിൽ ഉത്കണ്ഠയോ ഭയമോ അനുഭവപ്പെട്ടേക്കാം. എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ ക്ഷമയോടെ നീങ്ങുക. മാനസികമായ സ്വസ്ഥത കുറവോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. പുതിയ വാഹനമോ വീടോ വാങ്ങണമെന്ന ആഗ്രഹം സഫലമാക്കാൻ സാധിക്കുന്ന ശുഭദിനമാണിത്. വിട്ടുവീഴ്ച മനോഭാവം ദാമ്പത്യ ബന്ധത്തിലും കുടുംബത്തിലും സമാധാനം കൊണ്ടുവരും. അപ്രതീക്ഷിതമായ ധനലാഭത്തിന് ഇന്ന് യോഗം കാണുന്നു. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. നല്ല സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്ന ദിവസമാണിത്. ബന്ധുക്കളിൽ നിന്ന് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക പുരോഗതിയോടൊപ്പം ദാമ്പത്യ ഐക്യവും ഭക്ഷണ സുഖവും ലഭിക്കും. പ്രിയപ്പെട്ടവരുമായുള്ള സമാഗമം മനസ്സിന് സന്തോഷം നൽകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത വേണം. തെറ്റായ കൂട്ടുകെട്ടുകൾ മാനഹാനിക്ക് കാരണമായേക്കാം. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ സാമ്പത്തിക നിയന്ത്രണം ആവശ്യമാണ്. സ്ത്രീകൾ വഴി അനാവശ്യമായ അപവാദങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. ഭക്ഷ്യവിഷബാധ പോലുള്ള അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. ശത്രുഭയമോ നിയമപരമായ തടസ്സങ്ങളോ നേരിടാൻ ഇടയുണ്ട്. ബന്ധുക്കളുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതെ മനഃശാന്തി നിലനിർത്താൻ ശ്രമിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ബന്ധുക്കളുടെ സന്ദർശനം മനസ്സിന് സന്തോഷം നൽകും. തൊഴിൽ രംഗത്ത് മികച്ച വിജയം കൈവരിക്കാനും ദാമ്പത്യ ബന്ധം ദൃഢമാകാനും സാഹചര്യം ഉണ്ടാകും. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത് വഴി സന്തോഷകരമായ സമയം ചെലവഴിക്കുവാൻ സാധിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കാര്യതടസ്സങ്ങൾക്കും ഉറക്കക്കുറവിനും സാധ്യതയുള്ള ദിവസമാണിത്. രക്തസമ്മർദ്ദമോ ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഉള്ളവർ ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. കുടുംബത്തിൽ ശാന്തത നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ബിസിനസ് രംഗത്ത് മികച്ച പുരോഗതി ഉണ്ടാകുന്ന ദിവസമാണിത്. സുതാര്യമായ പ്രവർത്തന ശൈലിയിലൂടെ എല്ലാവരുടെയും അംഗീകാരം നേടാൻ സാധിക്കും. അനാവശ്യമായ അപവാദങ്ങൾ നിഷ്ഫലമാകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അപ്രതീക്ഷിതമായ ചെലവുകൾ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാൻ ഇടയുണ്ട്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. അനാവശ്യ ബന്ധങ്ങൾ വഴി അപമാനങ്ങളോ സ്വത്ത് തർക്കങ്ങളോ ഉണ്ടാകാതെ ജാഗ്രത പാലിക്കുന്നത് ഉചിതമായിരിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്ന ശുഭദിനമാണിത്. ഭാഗ്യാനുഭവങ്ങൾ കൂടെ ഉണ്ടാകും. ധനനേട്ടത്തോടൊപ്പം തൊഴിൽ രംഗത്ത് മികച്ച വിജയവും അംഗീകാരവും ഈ രാശിക്കാർക്ക് ഇന്ന് ലഭിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.